അറിയാലോ, ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് ഈ യൂണിഫോം സ്വന്തമാക്കിയത്. അതിന്റെ പവിത്രത നീ കാത്തു സൂക്ഷിക്കണം. ഉറപ്പായിട്ടാ. സത്യം പറഞ്ഞ ഞാൻ എന്റെ ആഗ്രഹം ചേച്ചിയോട് പറയുമ്പോ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനൊരു ദിവസം എന്റെ ജീവിതത്തിൽ വരുമെന്ന്. നമ്മുടെയൊക്കെ മനസ്സിന്റെ ആത്മവിശ്വാസ ഭരത്തെ നമ്മുടെ വിജയം. നിന്റെ ആത്മവിശ്വാസമാണ് നിന്റെ ഈ യൂണിഫോം. കഴിയുന്നതും ശക്തി ഉപയോഗിക്കാത്ത ബുദ്ധി ഉപയോഗിക്കുന്ന ബുദ്ധിമാനായ ഒരു ഓഫീസർ ആയിരിക്കണം നീ. അറിയാലോ, ഉദാഹരണത്തിന് ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ ആത്മകഥകൾ റെഫറൻസിന് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. എന്താ ചേച്ചി ചിരിച്ചത്? അല്ല, ഞാനൊരു പഴയ കാര്യം ഓർത്തപ്പോ അങ്ങ് ചിരിച്ചു പോയതാ. അതെന്താ, പഴയ പ്ലാവിലെ പോലീസാണോ? അതെ സൂര്യ, അന്നിവനെ 4 വയസ്സാ. പ്ലാവില കൊണ്ടുള്ള തൊപ്പിയൊക്കെ വെച്ച് എസ് ആയിട്ട് വരുന്നൊരു വരവുണ്ട്. എന്നെ വരെ വരട്ടിയിട്ടുണ്ട്. ഇന്നതൊക്കെ റീൽസ് പോലെ ചെയ്താ ലക്ഷങ്ങൾ വ്യൂവേഴ്സ് ഉണ്ടായിരിക്കും. എനിക്കതൊന്നും ഓർമ്മയില്ല ചേച്ചി. ഭാവന ഇടയ്ക്കിടയ്ക്ക് അത് പറയാറുണ്ട്. ഇനി ചേച്ചി ഈ അനിയന്റെ യഥാർത്ഥ അന്വേഷണം കാണാൻ പോകുന്നല്ലേ ഉള്ളൂ. അതിങ്ങനെ വാക്കിലും മാത്രം ഒതുക്കി കളഞ്ഞാ പോരാ. നിന്റെ പേര് കേട്ട കുറ്റവാളികൾക്ക് അല്പം ഭയവും ബഹുമാനവും ഒക്കെ ഉണ്ടാവണം. അറിയാലോ, ഇപ്പൊ ജനമൈത്രി പോലീസിന്റെ കാല. അറിയാം ചേച്ചി. സൂര്യ, എന്താ, നമുക്ക് ഇവന്റെ കഴിവൊന്ന് ടെസ്റ്റ് ചെയ്താലോ? എങ്ങനെ? ആ സുനിലിനെ ഭരത്തിനെ കൊണ്ടൊന്ന് വരട്ടിയാലോ? ആ, അത് കൊള്ളാം. അതൊരു നല്ല ഐഡിയ. പറയും പോലെ അങ്ങനെ ഒരു മുതൽ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? അതെ ഭരത്തെ, അകത്തുണ്ടാവും. നീ വന്നത് ആരും അറിഞ്ഞ കോളില്ല. ഒന്ന് പോയി നന്നായിട്ടൊന്ന് വരട്ടെ. ഞങ്ങളൊന്ന് കാണട്ടെ നിന്റെ പവർ. ഓക്കെ ചേച്ചി, കണ്ടോ